ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. ഫ്യൂ ഡേയ്സ് ബിഫോർ ഞങ്ങളുടെ കസിൻ ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു. അപ്പം അവൻ്റെ ഹൽദി ഫംഗ്ഷൻ്റെയും അതുകൂടാണ്ട് മാരേജിൻ്റെയും എല്ലാ വീഡിയോസും കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു കുട്ടി വ്ലോഗാണ്. സോ നമുക്ക് വ്ലോഗിലേക്ക് കിടക്കാം. ഹൽദിയുടെ അന്ന് ഞാൻ തന്നെയായിരുന്നു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും തന്നെ ഷുഗറിൻ്റെയാണ്. എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സും തന്നെ ഷുഗറിൻ്റെയാണ്. ഞാൻ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാണ്ട് നൈക്കയുടെ കുറച്ച് പ്രൊഡക്ട്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈമറും അതുപോലെ തന്നെ ഈ ഒരു ഐ ഷാഡോ പാലറ്റൊക്കെ നൈക്കയുടെ ആയിരുന്നു. പിന്നെ ഹസ്ബൻഡിനും കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്കിൻ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവന് ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റൂമിലാകെ കൂടി ഭയങ്കര ബഹളമായിരുന്നു. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. കൊടുങ്ങല്ലൂർ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ വരുന്നത്. ഇവരാണ് നമ്മളുടെ സ്റ്റാർ ഓഫ് ദ ഈവനിങ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ കൊടുങ്ങല്ലൂർ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഹൽദി ഡെക്കോറൊക്കെ ആയിരുന്നു ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് തന്നെയായിരുന്നു നമ്മളുടെ പുടവ കൊടുക്കൽ ഫംഗ്ഷനും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അന്ന് പുടവ കൊടുത്തിട്ടുണ്ടായിരുന്നു. കല്യാണ ചെറുക്കൻ്റെ സിസ്റ്റേഴ്സാണ് ഇവർ രണ്ടുപേരും, ആര്യ അക്ഷര. അപ്പം ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മൾ പുടവ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫാമിലി മെമ്പേഴ്സും അതിലും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും ചേർന്നിട്ട് നടത്തിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. പിന്നെ ഈ ഒരു കാണുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഫാമിലിയാണ്. നമ്മൾ വളരെ അടുത്ത ഫാമിലി മെമ്പേഴ്സ് മാത്രം അടങ്ങുന്ന ഒരു ഫംഗ്ഷനായിരുന്നു. ഫോട്ടോ സെക്ഷന് ശേഷമായിരുന്നു റിയൽ ഹൽദി ഫങ്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മഞ്ഞൾ തേൽപ്പിച്ച് കൊടുക്കുന്നതും അതുകൂടാണ്ട് നമ്മൾ സ്വീറ്റ്സ് കൊടുക്കുന്നത്, അതുപോലെ അങ്ങനെ ഒരുപാട് ഫങ്ഷൻസൊക്കെ നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് നമ്മൾ നേരത്തെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ ഇതുപോലെ നമ്മളൊരു ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ണൻ എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്തിരുന്നു. കൂട്ടത്തിൽ ഇത് എനിക്കും തന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തലേന്നിൻ്റെ എല്ലാ തിരക്കും ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് മൈലാഞ്ചി ഇടുന്നുണ്ട്, അപ്പുറത്തെ ഭാഗത്ത് ഇതേ എല്ലാവരും കൂടി ഡാൻസ് പ്രാക്ടീസൊക്കെ ഉണ്ട്. പിന്നെ അമ്മയും മാമിയും കോൺവെൻറ്റ് സ്കൂളിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മദേഴ്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കണ്ണൻ ബ്ലസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതേ നമ്മൾ ഇവിടെ ഡെക്കോ വർക്ക്സൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മോർണിംഗ് നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു നമ്മളുടെ കല്യാണം. ഈ ഒരു പിങ്ക് കളറിൽ വരുന്ന സാരിയാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ കല്യാണം. അപ്പം അതിൻ്റെ കുറച്ച് ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ ആര്യ അക്ഷരയുടെ ഔട്ട്ഫിറ്റും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവരും കണ്ണനെയും റിമൈനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ണൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സാണ്. നല്ല ഭംഗിയായിരുന്നു താലിയാട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് താലിയാട്ടമൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വഴിപാട് കഴിപ്പിക്കാനുണ്ടായിരുന്നു അമ്പലത്തിൽ. പാൽപ്പായസവും അതുപോലെ തന്നെ വെണ്ണ നിവേദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി വരുമായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു ഞങ്ങൾ. പഴയിടത്തിലാണ് അവർ ഫുഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മസാല ദോശയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരത്തെ വീട്ടിലെത്തി. കാരണം പെണ്ണും ചെക്കനും വരുന്ന സമയത്ത് നമ്മൾ വീട് കുറച്ച് ഡെക്കോർ ചെയ്യണമല്ലോ. അപ്പം അതിൻ്റെ വെൽക്കമിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവരെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം അച്ഛമ്മ അതുപോലെ ആരതിയൊക്കെ ഒഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടിയാണ് അവരെ വീട്ടിലേക്ക് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം ഇതുപോലെ മധുരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മാമി പാൽപ്പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ അവർക്ക് മധുരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡായിരുന്നു ഫോട്ടോ സെക്ഷനൊക്കെ ശേഷം. അതിനുശേഷം നൈറ്റായിരുന്നു ഞങ്ങളുടെ ഫുൾ പരിപാടി ഉണ്ടായിരുന്നത്. ആര്യയുടെ റിസൾട്ട് 10th റിസൾട്ട് വന്ന ദിവസമായിരുന്നു. അവൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഡാൻസും പാട്ടും ആകെ കൂടി ബഹളമായിരുന്നു രാത്രി. പിന്നെ ബോയ്സിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും സൈഡായി.
സോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഇന്നത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.